നമസ്കാരം, ചർച്ച് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. 2026 സെപ്റ്റംബറിൽ നടക്കാനിരിക്കുന്ന ലിയോ 14 മാർപ്പാപ്പയുടെ ഫ്രാൻസ് സന്ദർശനത്തിന്റെ ലോഗോ പുറത്തിറക്കി. ഫ്രഞ്ച് ബിഷപ്പുമാരുടെ സമ്മേളനത്തിലാണ് ലോഗോ പ്രകാശനം ചെയ്തത്. ലോകത്തിന് ജീവൻ ഉണ്ടാകട്ടെ എന്ന മുദ്രാവാക്യത്തിലൂന്നിയാണ് ലോഗോ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ലോഗോയിൽ സമാധാനത്തിന്റെ പ്രാവ്, ഒലിവ് ശാഖ, കുരിശ് എന്നിവ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫ്രാൻസിന്റെ ദേശീയ നിറങ്ങൾക്കൊപ്പം ഓറഞ്ച്, പച്ച നിറങ്ങളും ലോഗോയിലുണ്ട്. ഷിക്കാഗോ സെന്റ് തോമസ് രൂപതയുടെ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനത്തിന് ഇന്ന് തുടക്കം. ഒരു വർഷം നീണ്ടുനിന്ന ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഉദ്ഘാടനം ചെയ്തു. ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന സമ്മേളനത്തിൽ രൂപതയിലെ വിവിധ ഇടവകളിൽ നിന്നുമായി 3500ഓളം പ്രതിനിധികൾ പങ്കെടുക്കും. സിൽവർ ജൂബിലി സമാപനത്തോടൊപ്പം രൂപതയിലെ പ്രഥമ മെത്രാൻ മാർ ജേക്കബ് അങ്ങാടിയത്തിന്റെ മെത്രാഭിഷേക ജൂബിലിയും ഈ വേദിയിൽ വെച്ച് ആഘോഷിക്കും. ഒഡീഷയിലെ റായ്ഡ ജില്ലയിലുള്ള ഗാജിഗാം ഗ്രാമത്തിൽ ക്രിസ്ത്യൻ വയോധികന്റെ ശവസംസ്കാരം ഗോത്ര നേതാക്കൾ തടഞ്ഞു. പൊതുശ്മശാനത്തിൽ മൃതദേഹം ദഹിപ്പിക്കാൻ മാത്രമേ അനുവദിക്കൂ എന്ന് ഗ്രാമീണർ വാദിച്ചതിനെ തുടർന്ന് ജില്ലാ ഭരണകൂടത്തിന്റെ ഇടപെടലോടെ മൃതദേഹം ഇദ്ദേഹത്തിന്റെ സ്വന്തം കൃഷിഭൂമിയിലാണ് സംസ്കരിച്ചത്. പ്രശ്നത്തിനു പരിഹാരമായി ഗ്രാമത്തിൽ ക്രിസ്ത്യൻ സെമിത്തേരിക്കായി സർക്കാർ ഭൂമി അനുവദിക്കണമെന്ന് സഭാ നേതാക്കൾ ആവശ്യപ്പെട്ടു. ഒഡീഷയിലെ പല ഗ്രാമങ്ങളിലും ക്രൈസ്തവർക്ക് പൊതുശ്മശാനങ്ങൾ നിഷേധിക്കപ്പെടുന്നതായി സഭാ നേതാക്കൾ ചൂണ്ടിക്കാട്ടി. യുദ്ധവും രാഷ്ട്രീയ അസ്ഥിരതയും തകർത്ത ഇറാഖിൽ വേദനകൾക്കിടയിലും ക്രിസ്തുവിന്റെ വെളിച്ചവും സമാധാനത്തിന്റെ സന്ദേശവാഹകരുമാകുവാൻ ഇറാഖിലെ യുവജനങ്ങളോട് ആഹ്വാനം ചെയ്ത് ലിയോ 14 പാപ്പ എർബിൻ അതിരൂപതയിലെ യുവാക്കൾക്ക് നൽകിയ പ്രത്യേക വീഡിയോ സന്ദേശത്തിലാണ് പാപ്പ പ്രത്യാശയുടെയും സ്നേഹത്തിന്റെയും മിഷണറിമാരാകാൻ യുവാക്കളെ ക്ഷണിച്ചത്. ജൂലൈ 8 മുതൽ 11 വരെ മിഷൻ എന്ന പ്രമേയത്തിൽ നടക്കുന്ന വാർഷിക യുവജന സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു പാപ്പ. പാകിസ്ഥാനിൽ ക്രിസ്ത്യാനികൾ ഉൾപ്പെടെയുള്ള മതന്യൂനപക്ഷങ്ങൾക്ക് നേരെ അതിക്രമങ്ങൾ വർദ്ധിക്കുന്നതായി മനുഷ്യാവകാശ സംഘടന. ഈ വർഷം ജനുവരി മുതൽ ജൂൺ വരെയുള്ള 6 മാസത്തിനുള്ളിൽ മതപീഡനവുമായി ബന്ധപ്പെട്ട 600-ലധികം പരാതികളാണ് സംഘടനയ്ക്ക് ലഭിച്ചത്. ന്യൂനപക്ഷങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ സംരക്ഷിക്കാനും കുറ്റക്കാർക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കാനും പാകിസ്ഥാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് സംഘടന ആവശ്യപ്പെട്ടു. മതസ്വാതന്ത്ര്യവും തുല്യനീതിയും ഉറപ്പാക്കാതെ രാജ്യത്ത് യഥാർത്ഥ സമാധാനവും സാമൂഹിക ഐക്യവും കൈവരിക്കാനാകില്ലെന്നും സംഘടന മുന്നറിയിപ്പ് നൽകി. ഇതോടെ ചർച്ച് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.